സുപ്രഭാതം ദിനപത്രത്തിൽ 2024 നവംബർ 3, 4, 5 തീയതികളിലായി മുസ്തഫ വാക്കാലൂർ എഴുതിയ തുടർ ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത്. തിരുത്തപ്പെടേണ്ടതുണ്ടോ ഇന്ത്യയുടെ ജനസംഖ്യാ നയം? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വളരെ ഗൗരവമുള്ള ഒരു ദേശീയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനസംഖ്യാ നയം തിരുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1952 ഇന്ത്യ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് എങ്കിലും ഒരു ജനസംഖ്യാ നയം രൂപീകരിച്ചത് 1976 മാത്രമാണ്. ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യക്ക് ഒരു ജനസംഖ്യാ നയം ഇല്ല. നായിഡു NDA മുന്നണിയുടെ ഭാഗമാണ്. എങ്കിലും ഇന്ത്യ മുന്നണിയുടെ ശക്തനായ വക്താവായ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നായിഡുവിന്റെ ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു ദമ്പതികൾക്ക് 16 കുട്ടികൾ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ജനസംഖ്യ ഒരു നമ്പറല്ല, മറിച്ച് അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ, വിദ്യാഭ്യാസ, പാരിസ്ഥിതിക, ആഗോള വിഷയങ്ങൾ അനവധിയായുണ്ട്. 2023 ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തി. 142.57 കോടി മനുഷ്യർ ചൈനയിലുള്ളപ്പോൾ 2/6/2023 ഇന്ത്യയിൽ 149,29,78,813 മനുഷ്യരുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ ഡാഷ്ബോർഡ് വെളിപ്പെടുത്തി. ലോകത്ത് 816 കോടി ജനമുള്ളതിന്റെ 36% ജീവിക്കുന്നത് ഈ 2 രാജ്യങ്ങളിലായാണ്. മറ്റു 46 ഏഷ്യൻ രാജ്യങ്ങളുടെ ജനസംഖ്യയും കൂടി ചേർത്താൽ 482 കോടി ജനമുണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ഇത് ലോക ജനസംഖ്യയുടെ 60% വരും. ലോകത്തെ 17ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ജനസാന്ദ്രതയുടെ കാര്യത്തിലും മുൻനിരയിലാണ് ഇന്ത്യ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 488 ആളുകളാണ് ഇന്ത്യയിലുള്ളത്. ലോക ശരാശരി 62 ആളുകൾ മാത്രം. ബംഗ്ലാദേശ് ഇന്ത്യയേക്കാൾ ജനസാന്ദ്രമാണ്. അവിടെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1342 ആളുകളുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ 326 പേരെയുള്ളൂ. ഇന്ത്യക്ക് തൊട്ടു മുകളിൽ റുവാണ്ട, സൗത്ത് കൊറിയ, ബറുണ്ടി, നെതർലാൻഡ്സ് എന്നീ ചെറിയ രാജ്യങ്ങളുണ്ട്. മക്കാവോ, മൊണാക്കോ, സിംഗപ്പൂർ, ഹോങ്കോങ്, ജിബ്രാൾട്ടർ മുതലായ ചെറിയ ദ്വീപ് രാജ്യങ്ങൾ ജനസാന്ദ്രതയിൽ വളരെ മുന്നിലാണ്. സിംഗപ്പൂരിൽ 8430 പേരുണ്ട്. ജനസംഖ്യ ഏറ്റവും കുറവാണ് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും. അതുകൊണ്ടാണ് വംശീയോന്മൂലനം, യുദ്ധം, പട്ടിണി മുതലായവയുണ്ടാകുമ്പോൾ ജനങ്ങൾ അവിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. 1960 ആഗോള ജനസംഖ്യ 300 കോടിയായിരുന്നു. 1975 400, 1987 500, 1999 600, 2011 700, 2023 800 കോടി. ഒരു വ്യാഴവട്ടം കൊണ്ട് ആഗോള ജനസംഖ്യ 100 കോടി വർദ്ധിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. 121 കോടി മനുഷ്യരാണ് 2011 ഇന്ത്യയിലുണ്ടായിരുന്നത്. 12 വർഷം കൊണ്ട് വർദ്ധിച്ചത് 21 കോടിയാണ്. അതായത് മൊത്തം വർധനയുടെ 21% ഇന്ത്യയുടെ സംഭാവനയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ മുന്നോട്ട് തന്നെ കുതിക്കും. 1951 36 കോടി ഉണ്ടായിരുന്ന ജനസംഖ്യയാണ് 142 എത്തി നിൽക്കുന്നത്. 2030 150 കോടിയും 2050 200 കോടിയുമായി ഉയരും എന്ന് പ്രവചിക്കപ്പെടുന്നു. ഈ പ്രവണത ഇന്ത്യയിലെ മനുഷ്യവികസന സൂചികയിൽ സങ്കീർണവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് പഠനങ്ങളുണ്ട്. വിഭവങ്ങളിലും സേവനങ്ങളിലും ഈ ഉയർന്ന ജനസാന്ദ്രത സമ്മർദ്ദം ചെലുത്തുന്നു. പാരിസ്ഥിതിക തകർച്ച, ദാരിദ്ര്യം, അസമത്വം എന്നിവയിലേക്ക് നയിക്കുന്നു. ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം വെല്ലുവിളി ഉയർത്തുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിദ്യാഭ്യാസ രംഗം പാടുപെടുന്നു. നഗരവൽക്കരണം അടിസ്ഥാന സൗകര്യങ്ങളെയും സേവനങ്ങളെയും പരിമിതപ്പെടുത്തുന്നു. പ്രകൃതി വിഭവങ്ങളിൽ ഉയർന്ന ജനസംഖ്യയുടെ സ്വാധീനം പരിസ്ഥിതി ആശങ്കകൾ ഉയർത്തുന്നു. കൂടാതെ ജനസംഖ്യാ വളർച്ച തൊഴിലവസരങ്ങളുടെ ദൗർലഭ്യവും സൃഷ്ടിക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ എക്കാലത്തെയും ഉയർന്ന 8.5%. 16.4% പേരും ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ്.
4.2% കടുത്ത ദാരിദ്ര്യത്തിലാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി സമ്പത്തിന്റെ വിഭജനത്തിൽ ദരിദ്രർക്കും സമ്പന്നർക്കുമിടയിൽ വൻ വിടവുണ്ടായി. രാജ്യത്തെ സമ്പത്തിന്റെ 60% കൈവശം വച്ചിരിക്കുന്നത് 10% വരുന്ന സമ്പന്നരാണ്. 50% പേരുടെ സമ്പത്തിൽ ഇക്കാലയളവിൽ ഇടിവ് രേഖപ്പെടുത്തി. 13 ലക്ഷം കുട്ടികൾ വിദ്യാലയത്തിന്റെ പടിക്ക് പുറത്താണ്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തൊഴിൽ പരിശീലനം എന്നിവയിലേക്കുള്ള സാർവത്രിക പ്രവേശനം ഉറപ്പാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. 2021-22 ആരോഗ്യ സംരക്ഷണത്തിന് ചെലവിട്ടത് GDPയുടെ 2.1%. 2020-21 1.8%, 2019-20 1.3%. എന്നിട്ടും 1000 പേർക്ക് ഒരു കിടക്ക എന്ന ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡത്തിന്റെ പകുതിയാണ്, അഥവാ 2000 പേർക്ക് ഒരു കിടക്ക മാത്രമാണ് രാജ്യത്തുള്ളത്. ഇന്ത്യയിൽ 36.6% പേരും നഗരവാസികളാണ്. ഡൽഹിയിൽ 3.3 കോടിയും മുംബൈയിൽ 2.2 കോടിയും ജനമുണ്ട്. മുംബൈയിൽ 40% ആളുകളും ചേരികളിലാണ് താമസിക്കുന്നത്. മുംബൈ ധാരാവിയിൽ മാത്രം 10 ലക്ഷം ജനങ്ങളാണുള്ളത്. ഇതുതന്നെയാണ് ഡൽഹിയുടെയും കൊൽക്കത്തയുടെയും അവസ്ഥ. അതിസമ്പന്നതയും അതിദാരിദ്ര്യവും ഇരുവശങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ആഭാസമാണ് പട്ടണങ്ങളിൽ നിറയെ. 2020 ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അഹമ്മദാബാദ് പട്ടണത്തിലെ ചേരികൾ കാഴ്ചയിൽ നിന്നും മറച്ചുപിടിക്കാൻ 6 അടി ഉയരത്തിൽ മതിൽ കെട്ടിപ്പൊക്കുകയായിരുന്നു. 2023 ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിക്ക് വലിയ കട്ടൗട്ടുകളും ഫ്ലക്സുകളും അണിനിരത്തി അസുഖകരമായ നഗരക്കാഴ്ചകളെ തടഞ്ഞു. സ്ഥിരമായ വെള്ളമോ വൈദ്യുതിയോ ശരിയായ ശുചിത്വമോ ഇല്ലാതെ പട്ടണങ്ങളിൽ കഴിയുന്നത് കോടിക്കണക്കായ ജനങ്ങളാണ്. 2040 ആകുമ്പോഴേക്ക് 3 കോടിയോളം അധിക ജനം പട്ടണങ്ങളിലുണ്ടാകും. ബംഗളൂരു പട്ടണം ഗതാഗതക്കുരുക്കിലകപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും അമിത അളവിൽ വിഷവാതകം അന്തരീക്ഷത്തിൽ കലർന്നിരിക്കുന്നു. ആരോഗ്യവും ശുചിത്വവും നാൾക്കുനാൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. നഗരങ്ങളിൽ മനുഷ്യജീവിതത്തിന്റെ നരകയാതനയാണ് എങ്ങും. രാജ്യത്തെ ജനപ്പെരുപ്പമാണ് ഇവയ്ക്കെല്ലാം മുഖ്യ കാരണമായി ഉയർത്തി കാണിക്കുന്നത്. അതേസമയം ചില സൂചികകൾ പ്രതീക്ഷ നൽകുന്നവയാണ്. ഇന്ത്യക്ക് മുന്നേ ചൈന അണുകുടുംബ പദ്ധതികളുമായി മുന്നോട്ടു പോയതാണ്. 1980 ഒരു കുട്ടി നയം ചൈന കർക്കശമാക്കി. അതിന്റെ ഫലമായി ചൈനയിൽ വൃദ്ധന്മാരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. അവസാനം 2016 ഈ നയം ചൈന പിൻവലിച്ചു. അതേസമയം ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും യുവാക്കളുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ശരാശരി പ്രായം 28.2 വയസ്സാണ്. ചൈനയുടേത് 39. അതിനർത്ഥം വരാനിരിക്കുന്ന ഏതാനും ദശകങ്ങൾ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുടെ കരുത്തിൽ ഇന്ത്യ പുരോഗതി കൈവരിക്കും എന്നാണ്. ഇന്ത്യയിലെ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ജനസംഖ്യ, അഥവാ 15നും 64നും ഇടയിലുള്ളവർ, ആശ്രിത ജനസംഖ്യയേക്കാൾ, അഥവാ 15 വയസ്സിന് താഴെയോ 64 വയസ്സിന് മുകളിലോ പ്രായമുള്ളവരെക്കാൾ വലുതാണ്. ആശ്രിത ജനസംഖ്യ 2013 53%, 2022 47.5%. അതായത് അധ്വാനിക്കുന്ന പ്രായത്തിലുള്ള ജനസംഖ്യ ഇന്ത്യയിൽ കൂടിക്കൂടി വരികയാണ്. ഈ ജനസംഖ്യാപരമായ മാറ്റം 2055 വരെ തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് രാജ്യത്തിനേറെ ഗുണകരമായ കാര്യമാണ്. ജനസംഖ്യാ വളർച്ചയും രാഷ്ട്രീയാശങ്കകളും. മുഖ്യമന്ത്രിമാരായ നായിഡുവും സ്റ്റാലിനും പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ജനസംഖ്യാപരമായ വസ്തുതകളും ചില രാഷ്ട്രീയ അജണ്ടകളും ഉൾച്ചേർന്ന വിഷയമാണത്. ഇതിലെ രാഷ്ട്രീയം സാമ്പത്തികമായും ജനാധിപത്യ അധികാര പ്രാതിനിധ്യ സ്വഭാവത്തിലും രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതും അതിനാൽ തന്നെ പ്രശ്നപരിഹാരത്തിനായി ഒറ്റക്കെട്ടായ ഇടപെടൽ അനിവാര്യമാക്കുന്നതുമാണ്. നേരത്തെ പറഞ്ഞ അധ്വാനിക്കുന്ന പ്രായക്കാരുടെ ശതമാനത്തിൽ ഒരു ദശകത്തിനപ്പുറം ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന വ്യതിയാനം ആദ്യം പരിശോധിക്കാം. അവസാനം നടന്ന സെൻസസ് 2011 അതനുസരിച്ച് 60 വയസ്സിന് മുകളിലുള്ള ആശ്രിത സമൂഹം ജനസംഖ്യയുടെ 8.4%. എന്നാൽ 2036 14.9% വർദ്ധിക്കും. ഇവരെ നോക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ്. മുകളിൽ പറഞ്ഞത് ദേശീയ ശരാശരിയാണ്.
എന്നാൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശും ആന്ധ്രാപ്രദേശും എടുക്കാം. 2011 60 കഴിഞ്ഞവരുടെ എണ്ണം ഈ സംസ്ഥാനങ്ങളിൽ യഥാക്രമം 7.3% 10.1%. ഈ അന്തരം 2036 11.9% 19% വർദ്ധിക്കുകയാണ്. ഈ വ്യത്യാസം എല്ലാ ഉത്തര ദക്ഷിണ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രതിഫലിക്കുകയും ചെയ്യും. ജനസംഖ്യാ വർധനവിലും ഈ അനുപാതം തുടരും. 2036 ആകുമ്പോഴേക്ക് ഇന്ത്യയുടെ ജനസംഖ്യയിൽ 2011 അപേക്ഷിച്ച് 31.1 കോടിയുടെ വർധനവ് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പകുതിയിലേറെയും സംഭാവന ചെയ്യുക ബീഹാർ, UP, മഹാരാഷ്ട്ര, ബംഗാൾ, മധ്യപ്രദേശ് എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 10% താഴെ ജനസംഖ്യാവർധനവ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരേന്ത്യയുടെ പ്രത്യുൽപാദനക്ഷമതാ നിരക്ക് 2.6-ഉം ദക്ഷിണേന്ത്യയുടേത് 1.7-ഉമാണ്. ആശ്രിത ജനവിഭാഗത്തിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുക വഴി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാകും എന്ന് ഈ ഉദാഹരണം വ്യക്തമാക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി പൂർത്തീകരിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥയുണ്ടായത്. മാത്രമല്ല, വികസന സമൂഹത്തിന്റെ സൂചകങ്ങളായ സാർവത്രിക വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, ശുചിത്വം, ആയുർദൈർഘ്യം മുതലായവയിൽ ഏറെ മുന്നേറാൻ ദക്ഷിണേന്ത്യക്കായി. ഇത് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ബീജാവാപം നൽകി. തുടർച്ചയായി 3 തവണ BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അവർക്ക് വലിയ സ്വാധീനമില്ല എന്നതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയോട് അവഗണനയാണ് കേന്ദ്രത്തിന്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള ആവശ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കില്ല. അവർക്ക് ഉത്തേജക പാക്കേജുകൾ ഉണ്ടാവില്ല. പ്രളയകാലത്തോ ദുരന്തങ്ങളിലോ പ്രത്യേക പാക്കേജ് ആവശ്യം പരിഗണിക്കില്ല. വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നോർക്കുക. എന്നാൽ UP, ബീഹാർ പോലുള്ള BJP സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടിയുടെ പ്രത്യേക പാക്കേജുകൾ യഥേഷ്ടം അനുവദിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഫെഡറലിസ്റ്റ് ചട്ടക്കൂടിലുമുണ്ട് ചില പ്രശ്നങ്ങൾ. GST വഴി പിരിച്ചെടുക്കപ്പെടുന്ന നികുതിയിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ പങ്കുവിഹിതത്തിൽ വലിയ അന്തരമുണ്ട്. ഉദാഹരണത്തിന്, കർണാടക സംസ്ഥാനത്തു നിന്നും നികുതി ഇനത്തിൽ പിരിച്ചെടുക്കുന്നതിന്റെ 13% മാത്രമാണ് കേന്ദ്രം തിരിച്ചു നൽകുന്നത്. അതേസമയം ഉത്തർപ്രദേശിന് 300%-ഉം ബീഹാറിന് 933%-ഉമാണ് ഇത് തിരിച്ചു നൽകുന്നത്. ഇക്കാരണത്താൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി അസ്ഥിരപ്പെടുകയാണ്. കൂടാതെ കേന്ദ്ര സെസ്സുകളും സർചാർജുകളും സംസ്ഥാനങ്ങളുമായി വീതിക്കപ്പെടുന്നുമില്ല. 2009-10 കേന്ദ്രം സെസ്സുകൾ വഴി പിരിച്ചെടുത്തിരുന്ന തുക 70,559 കോടി രൂപയായിരുന്നതിൽ നിന്ന് 2023-24 എത്തുമ്പോൾ 5.1 ലക്ഷം കോടിയായി വർദ്ധിക്കുകയാണ്. കുടുംബാസൂത്രണം, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുവിതരണ സംവിധാനം, ഗ്രാമീണ വികസനം, പഞ്ചായത്തി രാജ് എന്നിവയിലെല്ലാം ദക്ഷിണേന്ത്യ ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കൂടുതൽ നൽകപ്പെടുന്നത് പിന്നാക്കത്തിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്. അതായത് BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള കറവപ്പശു മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ളതാണ് രാഷ്ട്രീയ പ്രാതിനിധ്യമുയർത്തുന്ന വിഷയം. 1973 നിലവിൽ വന്നതാണ് ഇപ്പോഴത്തെ പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. 2011 എണ്ണം വർദ്ധിപ്പിക്കാതെ മണ്ഡല പുനർനിർണയം നടത്തി. ഒരു പാർലമെന്റ് അംഗം പ്രതിനിധീകരിക്കുന്ന ശരാശരി വോട്ടർമാരുടെ എണ്ണം ഇന്ത്യയിൽ 15.5 ലക്ഷമാണ്. ഇത് വളരെ കൂടുതലാണ്. ഇക്കാര്യത്തിലും ഉത്തര ദക്ഷിണ അനുപാതത്തിൽ വൻ വ്യതിയാനമുണ്ട്. കേരളത്തിൽ ഒരു MP 13 ലക്ഷം ജനത്തെ പ്രതിനിധീകരിക്കുമ്പോൾ രാജസ്ഥാനിൽ 19 ലക്ഷത്തെയാണ്. 543 MPമാരെയാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഇതിൽ മാറ്റമില്ലെങ്കിൽ 2026 പുനർനിർണയം വരുന്നതോടുകൂടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ MPമാരുടെ എണ്ണം കുറയുകയും ഉത്തരേന്ത്യയിൽ കൂടുകയും ചെയ്യും. ഉദാഹരണത്തിന് കേരളത്തിൽ 20 MPമാരുള്ളത് 12 പേരായി കുറയും. UPയിൽ 80 പേരുള്ളത് 91 വർദ്ധിക്കും.
പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ 848 MP-മാർക്കിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 543 നിന്നും 848 ഉയരുകയാണെങ്കിൽ ഒരു MP പ്രതിനിധീകരിക്കുന്നത് ഏകദേശം 12 ലക്ഷം വോട്ടർമാരെയാകും. അമേരിക്കയിലെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ 435 അംഗങ്ങളാണുള്ളത്. ഒരാൾക്ക് 7 ലക്ഷം വോട്ടർമാർ. ബ്രിട്ടീഷ് പാർലമെന്റായ ഹൗസ് ഓഫ് കോമൺസിൽ 650 ജനപ്രതിനിധികളുണ്ട്. ഒരാൾക്ക് 67,000 വോട്ടർമാർ. ഇന്ത്യയിൽ ജനഹിതം പ്രതിഫലിക്കണം എങ്കിൽ കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണം. എന്നാൽ അതിന്റെ അനന്തരഫലം തെന്നിന്ത്യക്ക് പാർലമെന്റിൽ നാമമാത്ര പ്രാതിനിധ്യം മാത്രമായിരിക്കും എന്നതാണ്. ഉത്തർപ്രദേശിൽ നിന്ന് 143 MP-മാരുണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നും 20 പേർ മാത്രം. ബീഹാറിൽ 39 സീറ്റുകൾ വർദ്ധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വെറും 10 സീറ്റുകളെ കൂടുന്നുള്ളൂ. അതിനർത്ഥം കാലാകാലം ഇന്ത്യയുടെ രാഷ്ട്രീയം എന്നത് ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയമായി ഒതുങ്ങും. ചുരുക്കത്തിൽ ഇതിനകം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനസംഖ്യാവർധനയുടെ ചർച്ചയ്ക്ക് ബഹുവിധ മാനങ്ങളുണ്ട്. ജനസംഖ്യാപരമായ വിഹിതം, പ്രായം കൂടിയ തലമുറയുടെ വർധനവ്, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തകർച്ച, പ്രാതിനിധ്യക്കുറവുണ്ടാക്കുന്ന വികസന മുരടിപ്പ്, കേന്ദ്രഭരണം കുത്തകയാക്കി വെക്കൽ, ജനാധിപത്യം ഫാസിസത്തിലേക്ക് കൂപ്പുകുത്തൽ, ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും അവഗണിക്കൽ അടക്കം ഒരുപാട് അപകടങ്ങൾ തുടർന്നു വരാനുണ്ട്. രാഷ്ട്രം രണ്ടായി വിഭജിക്കാനുള്ള ആഭ്യന്തര കലാപത്തിനു വരെ വഴിവെക്കുന്നതാണ് 2 മുഖ്യമന്ത്രിമാർ ഉയർത്തിയ ചിന്തകൾ. ജനസംഖ്യാപരമായി ആഴത്തിലുള്ള ഒരു നയം നാം വികസിപ്പിക്കേണ്ടതുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ജനസംഖ്യാവർധന ഒരു അനുഗ്രഹമായി മാറുമെന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അമർത്യ സെൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്യന്തം ഗൗരവമുള്ള വിഷയമാണിത്. 1950 അപേക്ഷിച്ച് ആയുർദൈർഘ്യം 25 വർഷമാണ് വർദ്ധിച്ചത്. പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞു. ശൈശവ വിവാഹം കുറഞ്ഞു. പെൺകുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസം നേടി. അമേരിക്ക, ജപ്പാൻ, റഷ്യ, ചൈന, തെക്കൻ കൊറിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണിന്ന്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒട്ടും വൈകാതെ തന്നെ ഒരു ജനസംഖ്യാ നയം രൂപീകരിക്കേണ്ടതുണ്ട്. മനുഷ്യായുസ് ഇനിയും വർദ്ധിച്ചേക്കും. നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ജനവിഭാഗമുള്ള ഭൂപ്രദേശങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ കണ്ടുവരുന്നു. അത്തരം പഠനങ്ങൾ കൂടി കണക്കിലെടുത്തു വേണം നയം രൂപീകരിക്കാൻ. പെൻഷൻ, വിരമിച്ചവരുടെ ശിഷ്ടജീവിതത്തിനുള്ള ആസൂത്രണം, ആഭ്യന്തര പലായനങ്ങൾ, പ്രാദേശിക സന്തുലിതത്വം ഉറപ്പുവരുത്തൽ, സാമൂഹിക വികാസത്തിന് മുൻഗണന കൊടുത്ത സംസ്ഥാനങ്ങൾക്ക് അതുവഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തൽ എന്നിങ്ങനെ എല്ലാ തലത്തിലും നീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ജനസംഖ്യാ നയം പൊളിച്ചെഴുതേണ്ടത്. അവിശ്വസനീയ ഇന്ത്യക്ക് ജനസംഖ്യ എന്ന സമ്പത്ത്. ജനസംഖ്യാപരമായ കൃത്യതയുള്ള ഒരു നയം രൂപീകരിച്ചാൽ സർപ്ലസ് പോപ്പുലേഷൻ ഇന്ത്യക്ക് അനുഗ്രഹമാകും. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ജനസംഖ്യാ നയത്തോട് നമ്മുടെ സമീപനം ആശാവഹമല്ല. ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ജനസംഖ്യാ നയമില്ല എന്നത് ലജ്ജാകരവും അതിലേറെ നമ്മുടെ ഭരണകൂടത്തിന്റെ പ്രാപ്തിക്കുറവുമാണ്. 1951 മുതൽ 2011 വരേക്കും 10 വർഷം കൂടുമ്പോൾ മുടക്കം കൂടാതെ കാനേഷുമാരി കണക്കെടുക്കുമായിരുന്നു. 2021 കോവിഡ് കാരണം നടക്കാതെ പോയ സെൻസസ് ഇതുവരെയും നടത്തിയിട്ടില്ല. 2026 ഉണ്ടാകുമെന്നാണ് അവസാനം കേൾക്കുന്നത്. സെൻസസ് ആണ് പല അപഗ്രഥനങ്ങൾക്കുമുള്ള ആധികാരിക ഡാറ്റ. അതില്ലാത്തതിന്റെ പ്രശ്നം അതീവ ഗുരുതരവുമാണ്. ജനസംഖ്യാ വളർച്ചയുടെ വലുപ്പവും നിരക്കും മാത്രം മുന്നിൽ വെച്ച് അത് പ്രയോജനകരമോ ദോഷകരമോ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ജനസംഖ്യയെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഗുണമോ ദോഷമോ ആയിത്തീരുന്നത്. ഇന്ന് ലോകത്ത് 813 കോടി ജനങ്ങളുണ്ട്. ഭൂമിഗ്രഹത്തിന്റെ വഹിക്കാനുള്ള ശേഷിക്കപ്പുറം കടക്കാൻ ഏതാനും ദശകങ്ങൾ കൂടിയേ വേണ്ടൂ എന്ന് ചില ജനസംഖ്യാ വിദഗ്ധർ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഐക്യരാഷ്ട്രസഭ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി മുതലായ ഏജൻസികളാണ് ജനസംഖ്യാ സംബന്ധിയായ നിലപാടുകളും നയങ്ങളും രൂപീകരിക്കുന്നത്. മുഖ്യമായും യൂറോപ്യരാൽ നടത്തപ്പെടുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവ രൂപപ്പെടുന്നത്. വികസ്വര രാജ്യങ്ങളിൽ ആ നയങ്ങൾ അടിച്ചേൽപ്പിക്കും. 1950, 1960 കാലഘട്ടം സവിശേഷമായൊരു ജനസംഖ്യാ വളർച്ച വികസ്വര രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വന്നു.
ഒരുപക്ഷെ കോളനി മുക്തമായ സ്വാതന്ത്ര്യം അതിന് സഹായകമായിട്ടുണ്ടാവാം. ഈ വളർച്ചയ്ക്ക് തടയിടുന്നതിനു വേണ്ടി 1960-70 കുടുംബാസൂത്രണ പദ്ധതികൾക്കായുള്ള അന്താരാഷ്ട്ര ധനസഹായം വ്യാപകമായി ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലേക്ക് പ്രവഹിച്ചു. എന്നാൽ 1984 മെക്സിക്കോ സിറ്റിയിൽ നടന്ന ലോക ജനസംഖ്യാ സമ്മേളനത്തിൽ ജനസംഖ്യാ വളർച്ച സാമ്പത്തിക വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രതിഭാസമല്ല എന്ന് അംഗീകരിച്ചതോടെ US ഗവൺമെന്റിന്റെ നിലപാടിനെ അടക്കം അത് സ്വാധീനിച്ചു. അതോടെ കുടുംബാസൂത്രണ പരിപാടികൾക്കുള്ള അന്താരാഷ്ട്ര ഫണ്ടിങ്ങിൽ വലിയ ഇടിവ് സംഭവിച്ചു. 1990കളിൽ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ച പ്രാപിച്ച രാജ്യങ്ങളുടെ വളർച്ചയിൽ കുടുംബാസൂത്രണം സ്വാധീനിച്ചുവെന്ന് ചില ഗവേഷണങ്ങൾ കണ്ടെത്തി. ഇങ്ങനെ ഓരോ 10 വർഷം കൂടുമ്പോഴും ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ വർധനവ് ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിത നിലവാരത്തെ തളർത്തും എന്ന് ആദ്യമായി വാദിച്ചത് ഇംഗ്ലീഷ് സാമ്പത്തിക ജനസംഖ്യാ ശാസ്ത്രജ്ഞനായ തോമസ് മാൽത്തൂസ് ആണ്. 1798 അദ്ദേഹം ഇത് സിദ്ധാന്തിക്കുമ്പോൾ 100 കോടിയായിരുന്നു ലോകജനത. ജനസംഖ്യ ക്രമാതീതമായി വളർന്ന് 2022 800 കോടി കടന്നു. 1798 നിന്നും ഭൂമിയുടെ വിസ്തീർണം കൂടിയിട്ടില്ല, വിഭവങ്ങളാവട്ടെ കുറയുകയും ചെയ്യുന്നു. പട്ടിണി, രോഗം, യുദ്ധം തുടങ്ങിയ ജനസംഖ്യാ വളർച്ച തടയുന്ന സംവിധാനങ്ങൾ പ്രകൃതിക്കുണ്ട്. ഇവ ഗുണപ്രദമായ നിയന്ത്രണങ്ങൾ എന്നാണ് അറിയപ്പെടുക. ജനസംഖ്യാ വളർച്ച വിഭവ വളർച്ചയെ മറികടക്കുകയാണെങ്കിൽ അത് മാൽത്തൂസ്യൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, മഹാമാരികൾ മുതലായവ സംഭവിച്ച് ജനസംഖ്യ കുറയും. അതുവഴി ലോകം താനെ പുനഃക്രമീകരിക്കപ്പെടും. ഇത് അടിസ്ഥാന നിലനിൽപ്പിലേക്കുള്ള നിർബന്ധിത തിരിച്ചുവരവാണ്, ചെയിൻ റിയാക്ഷൻ പോലെ. ഇന്നും നിരന്തരം ചർച്ച ചെയ്യപ്പെടാറുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തത്തിന്റെ സത്ത ഇതാണ്. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ അമിതോപയോഗം പരിസ്ഥിതിയിൽ ആഘാതമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓസോൺ പാളികളിൽ വിള്ളൽ വീണിരിക്കുന്നു. കാർഷിക, ഭവന ആവശ്യങ്ങൾക്കും മറ്റുമായി വനങ്ങൾ ഇടിച്ചു നിരത്തി ആവാസ വ്യവസ്ഥ തകർന്നു. ശുദ്ധവെള്ളം അന്യമാകുന്നു. ജലസമ്മർദ്ദമുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ജൈവ വൈവിധ്യ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ഭക്ഷ്യക്ഷാമം എല്ലാം നേർക്കാഴ്ചകളാണ്. 2050 ആഗോള ജനസംഖ്യ 970 കോടി ആകുമെന്നും 2100 ഇത് 1100 എന്നും UN പ്രവചിക്കുന്നു. മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും എന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇതിനെല്ലാം ഒരു മറുപുറവും ഉണ്ടാകുമല്ലോ. രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയ്ക്ക് 2024-2054 ഏറ്റവും വലിയ ജനസംഖ്യാ നഷ്ടമുണ്ടാകും, 204 ദശലക്ഷം. ജപ്പാനും റഷ്യക്കും നഷ്ടം സംഭവിക്കും. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അടക്കം യൂറോപ്പിൽ 2050 ആകുമ്പോഴേക്കും 7% ജനസംഖ്യാ കുറവുണ്ടാകും. കാനഡയിലും ഓസ്ട്രേലിയയിലും ജനവാസം കുറവാണ്. 2050 വരെ ആഗോള ജനസംഖ്യയിൽ പ്രതീക്ഷിക്കുന്ന വർധനയുടെ പകുതിയിലധികവും കോങ്കോ, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ടാൻസാനിയ എന്നീ 8 രാജ്യങ്ങളിൽ കേന്ദ്രീകരിക്കും. 2022-2050 ഈ രാജ്യങ്ങളിൽ പലതിൻ്റെയും ജനസംഖ്യ ഇരട്ടിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾ ഈ രാജ്യത്തിനും ലോകത്തിനും വിഭവമാവാണോ അതല്ല ഭാരമാവുകയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളാണ്, അഥവാ അവരുടെ ദീർഘവീക്ഷണമാണ്. സുസ്ഥിരതാ വിദഗ്ധർ പറയുന്നത് അമിത ജനസംഖ്യയിലല്ല, അമിതോപഭോഗത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ്. അമേരിക്കയിലെ ഒരു പൗരനെ പോലെയാണ് എല്ലാവരും ജീവിക്കുന്നത് എങ്കിൽ കുറഞ്ഞത് 5 ഭൂമിയുടെ വിഭവങ്ങൾ ആവശ്യമായി വരും. ഇന്ത്യ, നൈജീരിയ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ പൗരന്മാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ നിലവിലുള്ള വിഭവങ്ങളുടെ 70% യഥാർത്ഥത്തിൽ ആവശ്യമുള്ളൂ. ആഗോള ജനസംഖ്യയുടെ 4% അമേരിക്ക പുറത്തുവിടുന്ന കാർബൺ മൂലകത്തിന്റെ അളവ് 15%. അതേസമയം 17% ജനസംഖ്യയുള്ള ഇന്ത്യ 7% കാർബണേ പുറത്തുവിടുന്നുള്ളൂ. വികസിത രാജ്യങ്ങളുടെ നിരുത്തരവാദ ഉപഭോഗ സംസ്കാരം ഭൂമിക്ക് നാശം വിതക്കുന്നു എന്നത് വാസ്തവമാണ്.
മാൽത്തൂസിയൻ സിദ്ധാന്തത്തെ എതിർത്തയാളാണ് എസ്റ്റർ ബോസറപ്പ് എന്ന ഡാനിഷ് സാമ്പത്തിക സാമൂഹിക ശാസ്ത്രജ്ഞ. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ കാർഷിക വഴിയിൽ നൂതന സാങ്കേതികവിദ്യ ഇടപെടും. അതുവഴി ഉൽപാദനക്ഷമത കൂടുകയും സാമ്പത്തികാഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യും എന്ന ഹൈപ്പോത്തിസിസ് അവരുടേതാണ്. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജൂലിയൻ സിമോൺ പറഞ്ഞത് മനുഷ്യനാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. സാമൂഹിക സംവിധാനം അനുകൂലമാണെങ്കിൽ നിയന്ത്രിത തോതിലുള്ള ജനസംഖ്യാ വളർച്ച നല്ലതാണ്. അത് സമ്പദ്ഘടനയെ ചലിപ്പിക്കും എന്ന് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സാമൂഹിക ശാസ്ത്രജ്ഞരിൽ ഒരാളായ കിങ്സ്ലി ഡേവിസ് പറയുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഗെന്നർ മെയ്ഡൽ നിർദ്ദേശിച്ചത് ജനങ്ങൾ കുറവുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക വൃദ്ധി ഉണ്ടാവാൻ ജനസംഖ്യ വർദ്ധിക്കണം എന്നാണ്. മാൽത്തൂസും മാർക്സും ഗാന്ധിജിയും ജീവിച്ച 18, 19, 20 നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളോ ആശങ്കകളോ അല്ല ആധുനിക കാലം നേരിടുന്നത്. നാം ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും പരസ്പരം ബന്ധപ്പെടുന്നതുമായ രീതിയെ അടിസ്ഥാനപരമായി മാറ്റുന്ന ഒരു സാങ്കേതിക വിപ്ലവത്തിന്റെ വക്കിലാണ് നാം ഉള്ളത്. 4-ാം വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്ന ഇതിന്റെ വ്യാപ്തിയും വികാസവും സങ്കീർണതയും ഇനിയും വ്യക്തമല്ല എങ്കിലും ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് 1000 വർഷങ്ങളുടെ മാറ്റമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും പകർച്ചവ്യാധികളുടെ എണ്ണം കുറയ്ക്കുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും മാത്രമല്ല, റോഡുകളോ ഫോസിൽ ഇന്ധനമോ ആവശ്യമില്ലാത്ത വാഹനങ്ങളും സാമ്പത്തിക ചെലവുകളില്ലാത്ത ജീവിതവും പരിസ്ഥിതി സൗഹൃദവും പെട്ടെന്ന് നിർമ്മിക്കാവുന്നതുമായ 3D വീടുകൾ, എയർ ടാക്സികൾ, കൃത്യത കൃഷിരീതികൾ മുതലായവയൊക്കെ കടന്നു വരാൻ പോകുന്നു. ഈ സവിശേഷ കാലത്ത് ജനസംഖ്യയുടെ പെരുപ്പത്തെക്കുറിച്ച പൂർവ്വകാല വിദഗ്ധരുടെ ഭാവി ഭീതി ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ജനസംഖ്യാപരമായ ഓഹരി ഒരു സമ്പത്തായി കണക്കാക്കാം നമുക്ക്. കുട്ടികൾ ദൈവത്തിന്റെ ദാനമാണ്, ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്നാണല്ലോ. ആസൂത്രണ കമ്മീഷനുകളും സർക്കാരും സാമൂഹിക പ്രവർത്തകരും ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും മാധ്യമങ്ങളും ബുദ്ധിജീവികളും സജീവമായി ഏറ്റെടുക്കേണ്ട അജണ്ട എന്നത് 4-ാം വ്യാവസായിക വിപ്ലവത്തിൽ വിജയിപ്പിച്ചെടുക്കാവുന്ന സാമ്പത്തിക, സാങ്കേതിക, സാമൂഹിക ഘടകങ്ങൾ ഏതെല്ലാമെന്നും അവ വളരെ കൃത്യതയോടെയും ആഗോള മനുഷ്യ വിഭവശേഷിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞും എങ്ങനെ യുവാക്കൾക്ക് അനുഗുണമാകുമാറ് പഠിച്ചുകൊണ്ട് ഒരു ജനസംഖ്യാ നയം രൂപീകരിക്കുകയാണ്. ഈ ബാധ്യത നിർവഹിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഇന്ത്യ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കൈകോർക്കാം.